ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് ദിനം കൊച്ചിൻ വിൻറ്റേജ് കാർ ക്ലബ്ബ് കേരള നടത്തുന്ന ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. 4 മുതൽ 6 വരെ രാജേന്ദ്ര മൈതാനത്ത് 2 വീലും 3 വീലും 4 വീലുള്ള വണ്ടികളുടെ പ്രദർശനം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു 70-80 ജനിച്ച ആൾക്കാർക്ക് അറിയാം ബജാജ് പ്രിയ, ബജാജ് കബ്ബ് 2-3 ഗിയറിലെ സ്കൂട്ടറുകളാണ്. പക്ഷേ രൂപത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ലാംബി, ലാംബെട്ര, വിജയ സൂപ്പർ, എലമൽ വെസ്പ. ഈ സ്കൂട്ടറൊക്കെ ഒരു കാലത്ത് ഒരു ആവറേജ് മിഡിൽ ക്ലാസ്സിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇന്നത്തെ ബൈക്കോ ആക്റ്റീവയോ അല്ലെങ്കിൽ ആക്സസോ അങ്ങനത്തെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന SD 175cc വണ്ടിയും അല്ലെങ്കിൽ രാജ്ദൂതും ഇത്തിരി ഹൈയുള്ള ആൾക്കാർ ഉപയോഗിച്ച ബുള്ളറ്റും. കാരണം കാറൊന്നും ഇത്ര ആക്സസിബിൾ അല്ലായിരുന്നു എല്ലാവർക്കും. അംബാസഡറും സ്റ്റാൻഡേർഡും പ്രീമിയർ ഉണ്ടായിരുന്നെങ്കിലും. ഇവിടെ നമുക്ക് മാരുതി 800 കാണാം, ആദ്യത്തെ മോഡൽ. ജീപ്പുണ്ട്, ഓപ്പൺ ജീപ്പുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ജീപ്പുണ്ട്. നമ്മൾ 4 വീൽ ഡ്രൈവ് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ മിക്ക ജീപ്പുകൾക്കും കയറ്റങ്ങളിൽ കയറാൻ വേണ്ടി ഒരു കുട്ടി ഗിയറും ഒരു ചെറിയ ഗിയറും ഒരു വലിയ ഗിയറും ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ അപൂർവമായിരുന്നു. കാരണം അത്രയ്ക്ക് യൂസ് ചെയ്ത് ശീലമുള്ളവർക്ക് അത് മാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ വണ്ടികളുടെയൊക്കെ അതിന് തനതായ രീതിയിൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുടെ നല്ല മനസ്സിൻ്റെ, അവരുടെ പ്രയത്നത്തിൻ്റെ, അവർ ചിലവാക്കുന്ന പൈസയുടെ, അവരുടെ പാഷൻ്റെ ഒരു സന്ധ്യയായിരുന്നു നമ്മളിന്നിവിടെ കണ്ടത്. ഏത് ജീപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ വരുന്നൊരു വാക്കാണ് ബില്ലീസ് എന്നുള്ളത്. വില്ലീസിൻ്റെ ഓപ്പൺ ജീപ്പാണ്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ മലയോര പ്രദേശങ്ങളിലെ എസ്റ്റേറ്റുകളിലൊക്കെ ഇത് ഒരുപാട് കണ്ടിരുന്നു. എന്നാൽ വളരെ അപൂർവമുള്ളൂ. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിസ്സാര കാര്യമില്ല. നേരത്തെ പറഞ്ഞോട്ട് തന്നെ കുറേ ആൾക്കാരുടെ പാഷൻ, ആ പാഷനാണ് നമ്മൾ ഇന്നവിടെ നമുക്ക് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയത്. ഒരു കാലഘട്ടത്തിലുള്ള കാറുകളുടെ രാജാവായിരുന്നു മോറിസ്. ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫേസുള്ള അല്ലെങ്കിൽ ഒരു ബോണറ്റുള്ള ഒരു കാർ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഫ്രണ്ട് ഗ്ലാസ് തന്നെ 2ആയിട്ട് ലോറിയൊക്കെ പോലത്തെ ഗ്ലാസ് വെച്ചിട്ടുള്ള ഡിസൈനായിരുന്നു. പക്ഷെ സ്പേഷ്യസ് കാറായിരുന്നു. അതിൻ്റെ തകിടിൽ പിടിച്ചു വയ്ക്കിയാൽ അതിൻ്റെ ക്വാളിറ്റി അറിയാം. ഇന്നുള്ള പല വണ്ടികളും ഇതായിട്ട് ഒരിക്കലും നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് സ്റ്റാൻഡേർഡ് 2000 റോവറിൻ്റെ വേറൊരു പതിപ്പാണ്. ഇന്ത്യയിൽ നിർമ്മിച്ചതിൽ ആദ്യമായിട്ട് പവർ വിൻഡ് കൊണ്ടുവന്നൊരു വണ്ടിയാണ്. 2000cc ആയിരുന്നു. ഇതിന് യാത്ര വളരെ സുഖമാണ്. ഇതിന് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് പോപ്പുലർ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനായിരുന്നു. സ്പ്ലെൻഡറാണ് PT ഉഷയ്ക്ക് അദ്ദേഹം വണ്ടി സമ്മാനിച്ചിരുന്നു. പക്ഷെ മൈലേജ് പ്രശ്നം കാരണം അത് അന്യം നിന്ന് പോയി. എവിടെ കാറുണ്ടെങ്കിലും ആദ്യമായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ചില്ലെന്ന് മെഴ്സിഡസ് ബെൻസിനാണ്. അതേപോലെ തന്നെ റൂഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പുള്ള ക്ലോത്ത് കൊണ്ടുള്ള റൂഫുള്ള വണ്ടികളും. ഇതൊക്കെ ഒരു ഇംഗ്ലീഷ് കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. ഇത് 60കളിലും 70കളിലും ബെൻസിൻ്റെ ഡിസൈനാണിത്. ഇപ്പോൾ ഈ വണ്ടിയുടെ ബാക്കിലൂടെ ക്യാമറ പോകുമ്പോൾ നമുക്കൊരിക്കലും ഇന്നത്തെ കാലത്തെ ബെൻസുകൾക്ക് ഇങ്ങനത്തെ ഒരു ടൈലിൻ്റെ ഫിനിഷ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. പക്ഷെ ഇങ്ങനെയും ബെൻസിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. പ്രീമിയം പെൽമിനി ഇത് മറ്റൊരു ബെൻസിൻ്റെ പതിപ്പാണ്. ഇതിൻ്റെ എല്ലാം ബോണറ്റിൻ്റെ ഒരു ലെങ്ത് ഒന്ന് നോക്കുക. ഇന്ന് ബെൻസ് എന്നാൽ ഒരു വണ്ടിക്ക് ഇത്രയും ലെങ്ത്ത് വരുന്നില്ല. അതിൻ്റെ വീൽ ബേസിനും അത്രയും നീളമുണ്ട്. ഈ ഒരു മാറ്റ് ഫിനിഷിലുള്ള വളരെ ലിമിറ്റഡ് കളറുള്ളൊരു വണ്ടി കാണുമ്പോൾ അതിൻ്റെ ഫിറ്റിങ്സും എല്ലാം കാണുമ്പോൾ ഒരു പഴയൊരു കാലഘട്ടമാണ് ഓർമ്മ വരുന്നത്. ഇത് അംബാസഡർ. ഈ വണ്ടി നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് ലൂസിഫർ സിനിമയിലായിരുന്നു. അതേപോലെ ഇംഗ്ലീഷ് കൺട്രി സൈഡിലെ സിനിമകൾ വളരെ എലിഗൻ്റ് ആയിട്ടുള്ള ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള വണ്ടികളും. ഈ കാറിൽ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഓടിക്കാവുന്ന കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത് മറ്റൊരു വണ്ടിയാണ്. ആ വണ്ടിയുടെ വീൽ നമ്മൾ ഇന്നത്തെ പോലത്തെ നമ്മൾ നിന്ന ബൈക്കിൻ്റെ പോലത്തെ സ്പോക്സാണ് അതിനുള്ളത്. ഒരുപാട് സ്റ്റാൻഡേർഡ് മോറിസ് വണ്ടികളുണ്ടായിരുന്നു. എഗെയിൻ 70 കഴിഞ്ഞ് 80 ബെൻസിൻ്റെ ട്രാൻസിഷൻ പീരിയഡിലുള്ള മോഡലുണ്ടായിരുന്നു.
ഇതിൽ പല വണ്ടികളും അന്ന് സ്റ്റാർട്ടായി ചെയ്തിരുന്നത് ഫ്രണ്ടിൽ റേഡിയേറ്ററിൻ്റെ ഭാഗത്തുള്ള നമ്മൾ കൈ കൊണ്ട് കറക്കിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പഴയ മോപ്പറ്റ്, കുറേ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. ഈ വണ്ടി ഷവർലെറ്റിൻ്റെ വണ്ടിയാണ്. 1928 റെഡ് ക്രോസ് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ആക്സിലേറ്ററിൻ്റെ സ്ഥലത്ത് ബ്രേക്കിൻ്റെ സ്ഥലത്ത് ആക്സിലേറ്ററുമാണ്. കോണ്ടസ ഹിന്ദുസ്ഥാൻ കൊണ്ടുവന്ന വണ്ടിയാണ്. ഒരു കാലത്ത് ഹിന്ദുസ്ഥാൻ കൊണ്ടുവന്നൊരു വണ്ടിയാണ്. ബെൻസിൻ്റെ അത്ര ഒരു കംഫോർട്ട് ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് നിന്നുപോയി. ഒത്തിരി സൈസ് കൂടുതലായിരുന്നു. പിന്നീട് റോഡിൽ ട്രാഫിക്കെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ പല കാരണങ്ങൾ വണ്ടി നിന്നുപോയി. പിന്നെ പ്രീമിയർ കമ്പനി, മഹാരാഷ്ട്രയിൽ മുംബൈയിൽ പോയ ആൾക്കാർക്കറിയാം ഈ പ്രീമിയർ പത്മിനിയിൽ കയറിയിട്ട്. അവിടുത്തെ ഒരു കാലഘട്ടത്തിലെ ടാക്സി എല്ലാം പ്രീമിയർ കമ്പനിയായിരുന്നു. അതേപോലെ ഈ വണ്ടി ചെറുതാണ്. ഇന്നും ഒരു പ്രീമിയർ കമ്പനി എവിടെയെങ്കിലും പോകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സൗണ്ട് കേട്ടാൽ നമുക്ക് അത്രയ്ക്കൊരു കൗതുകം വേറെ വണ്ടിയുടെ തോന്നില്ല. അതിൻ്റെ ഇൻറ്റീരിയർ കോളം ഗിയർ ആയിരുന്നു ഈ വണ്ടികൾക്കെല്ലാം. ഏത് ചെറിയ വഴിയിൽ കൂടി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയായിരുന്നു. മൊബൈൽ കറുത്ത കളർ, മുകളിൽ മഞ്ഞ കളർ ആയിരുന്നു ടാക്സിക്ക്. ഇപ്പോൾ അതെല്ലാം വേറെ വണ്ടികൾ, വേറെ മോഡലുകൾ കീഴടക്കി സാൻഡ്രോയും മറ്റുള്ള വണ്ടികളും വന്നു. ഇതിൽ മോഡിഫൈഡ് ആയിട്ടുള്ളൊരു കോണ്ടസയാണ്. ആൾ പറയുന്നത് 7 ലക്ഷം രൂപ കിട്ടിയിട്ട് ചോദിച്ചിട്ട് പുള്ളി കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത് വോൾസ് വാഗൻ്റെ ഗോൾഫ് എന്ന് പറയുന്ന ലിമിറ്റഡ് മോഡലാണ്. ഹാഷ് ബാക്ക് മോഡലാണ്. പക്ഷേ ലിമിറ്റഡ് മോഡലാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ളൊരു എലിഗൻസ് ആ വണ്ടിക്കുണ്ട്. അടുത്ത നീല കളറാണ്. പ്രീമിയർ പ്രഗ്നറ്റിക്ക് ശേഷം പ്രീമിയർ കൊണ്ടുവന്ന 110 എന്നുള്ള മോഡല്. ആ കാലഘട്ടത്തിൽ ഡീസൽ എഞ്ചിനായിരുന്നു. നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചേസിൽ റസ്റ്റോ അങ്ങനെ എന്തോ കുറച്ച് കാര്യങ്ങളാണ് നിന്നുപോയത്. പിന്നെ അപ്പോഴേക്കും ഇന്ത്യയിലും ഓട്ടോമൊബൈൽ റെവല്യൂഷൻ വന്നു. ഇത് SGയുടെ 350cc വണ്ടിയാണ്. SGക്ക് 350 ഉണ്ടെന്ന ആൾക്കാർ അറിയുന്നതന്നെ ഇവിടെ വരുമ്പോഴാണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന വണ്ടി മെറ്റ്സുബിഷി പാജറോ ആണ്. പക്ഷെ ഇത് 2 ഡോറാണ്. ഇമ്പോർട്ടൻ്റ് വണ്ടിയാണ്. അഗെയിൻ ഒരു കാലഘട്ടത്തിൻ്റെ വണ്ടി, അല്ലെങ്കിൽ കാലഘട്ടത്തിന് മുമ്പിറങ്ങിയ വണ്ടി എന്ന് പറയാം. ടാറ്റ സിയറ 2 ഡോറും ബാക്കിലത്തെ ഡോറും ഉള്ളൂ. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് ഏറ്റവും ഓപ്റ്റായിട്ടുള്ള വണ്ടിയാണ്. കുട്ടികളുണ്ടെങ്കിലും ഫ്രണ്ട് ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പുറത്തോട്ട് ഡോർ തുറക്കാൻ പറ്റില്ല. ഇത് ഇത്തിരി കാലഘട്ടത്തിന് മുമ്പ് ഇറങ്ങിയ വണ്ടിയാണ്. ഈ വണ്ടി ഇത്തിരി മോഡിഫൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഓണർ പറയുന്നുണ്ടായിരുന്നു ടാറ്റ വീണ്ടും ടാറ്റ സിയറ ഇലക്ട്രിക്കായിട്ട് ഇറക്കാൻ പോകുന്നുണ്ട്. ഇറക്കി കഴിഞ്ഞാൽ നല്ലൊരു റെവല്യൂഷൻ ആയിരിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈനാണ് ഞാൻ കണ്ടേക്കുന്ന കാറുകളിൽ. ഇത് വോക്സ് വാഗൺ ഇന്ത്യയിലെ പുതിയ ബീറ്റിലാണ്. പഴയ ബീറ്റിലൊന്നും ഇവിടെ കണ്ടിരുന്നില്ല. ഇതിലും ഷോയിൽ താരം വിൻറ്റേജ് മേഴ്സിഡസ് ബെൻസ് തന്നെയായിരുന്നു. 123 124 മോഡലായിരുന്നു. ഫ്രണ്ടിൽ സിംഗിൾ വൈപ്പറുള്ള 124 ഡബിൾ വൈപ്പറുള്ള 123 മോഡൽ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു. ആൾക്കാർ പറഞ്ഞത് ബെൻസാണ്. അതിൽ പഴയ ബെൻസ് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു കളർ ഫിനിഷിങ് ഡിസൈൻ. ഇപ്പോഴത്തെ ബെൻസ് മോശമെന്നല്ല പറഞ്ഞു. പക്ഷേ ഇതൊരു ആരും കണ്ടു കഴിഞ്ഞാൽ എടുത്ത് മാറ്റാൻ തോന്നുന്നു. അത്രയ്ക്ക് എലിഗൻ്റായിട്ടുള്ള വണ്ടികളാണ്. ഈ ഷോ 2 മണിക്കൂർ എന്ന് പറഞ്ഞ അവസരം എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 3 മണിക്കൂർ ആയെന്നാണ്. ആദ്യം 350 ഉണ്ട്. ഇംഗ്ലീഷ് സ്റ്റൈലൊക്കെ പോലീസുകാർ ഉപയോഗിക്കുന്ന പോലത്തെ ഹെഡ്ലൈറ്റിൻ്റെ കവറുള്ള വണ്ടി ഉണ്ടായിരുന്നു. എനിവേ ഒരുപാട് പുതിയ തലമുറക്ക് റീൽസ് എടുക്കുന്നതിന് ഒപ്പം തന്നെ കൗതുകമുള്ള പുതിയ ജനങ്ങളും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ലൊരു അനുഗ്രഹമായി ഷോ ഇനിയും നടക്കട്ടെ. താങ്ക് യു. ബൈ.